കോടി അർച്ചനയാണ് ഇന്നിപ്പോൾ ഇവിടെ സമാപിക്കുന്നത്. 129 1959 മുതൽ ഇതുവരെ ഈ അർച്ചന 129-ാമതായിരുന്നു. 129-ാമത്തെ കോടി അർച്ചനയാണ്. നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സർവോപരി സദ്ഗുരുനാഥന്റെ പൂർണ്ണ അനുഗ്രഹ ആശീസ്സുകളും കൊണ്ട് ഇവിടെ പൂർത്തിയായി. ഇപ്പോൾ ഇത് അവസാനത്തെ അർച്ചനയാണ്. ഇത് തന്നെയാണ് ഈ കോടി അർച്ചനയുടെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ മനസ്സോടെ ഒരേ നാമം ഏറ്റു ചൊല്ലിക്കൊണ്ട് ഒരുമിച്ച് അർച്ചന ചെയ്യുന്ന ഈ ഒരു കൂട്ടായ്മ, അത് ഈ ഒരു അഭേദാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു യജ്ഞത്തിന് മാത്രമേ അവകാശപ്പെടാനുള്ളൂ. മറ്റ് യജ്ഞങ്ങളൊക്കെ നമ്മൾ കാണും, ഇതുപോലെ ഒരു തുണി സ്ക്രീനോ എന്തെങ്കിലും വരയ്ക്കും, കുറച്ച് പേര് അകത്തിരുന്ന് യജ്ഞങ്ങൾ നടത്തും, ബാക്കി ഉള്ളവർ വെളിയിൽ നിന്ന് കുറച്ച് പേര് ഇരിക്കും, കുറച്ച് പേര് നിന്നും എല്ലാം തൊഴും കാണും പോവും. ഇതങ്ങനെയല്ല. യജ്ഞത്തിൽ നേരിട്ട് പങ്കാളികളാകുന്ന ഏക ഒരു യജ്ഞം എന്ന് പറയുന്നത് അഭേദാശ്രമത്തിൽ നടക്കുന്ന കോടിയർച്ചനയാണ്. ആ ഒത്തൊരുമ, അതാണ് സ്വാമിജി ഉദ്ദേശിച്ചത്. അവിടെ ജാതിയോ മതമോ മറ്റ് വ്യത്യാസങ്ങളൊന്നും കൂടാതെ എല്ലാവരും ഒന്നു ചേർന്ന് ആ ഒരു സ്നേഹത്തോടെ ആ ഒരുമ, അത് ജീവിതത്തിൽ ആ ഒരുമ പകരുവാൻ, അത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അത് പകർത്തുവാൻ ഉള്ള ഒരു അഭ്യാസമായിട്ടാണ് സദ്ഗുരുദേവൻ ഈ കോടിയർച്ചനയെ വിഭാവനം ചെയ്തത്. മാത്രമല്ല, ഇതിനൊരു വലിയ സാമൂഹ്യ പരിഷ്കരണ ഒരു ഉദ്ദേശം കൂടി സ്വാമിജിക്ക് ഉണ്ടായിരുന്നു. 70 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നടമാടിയിരുന്ന ജാതി വ്യത്യാസങ്ങൾക്ക് എതിരായി സ്വാമിജിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, സ്വാമിജി തന്നെ എഴുതി വച്ചിരിക്കുന്നത്, എഴുതി തന്നിട്ടുള്ളത്, ജാതിയും ജാതിക്കുൾ ജാതിയും മൂലം ഭ്രാന്തി പിടിച്ചുഴലുന്ന ഹിന്ദു ജനതയെ ഒന്നു ചേർത്ത് ഏവരും ഈശ്വരാരാധന ചെയ്യുവാൻ അധികാരികളാണെന്നുള്ള ശാസ്ത്രസമ്മതത്തെ മുൻനിർത്തിയാണ് കോടിയർച്ചന വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഒരുമ അഭേദാശ്രമത്തിൽ മാത്രം കാണുന്ന ഒരു ഒരുമയാണ്. ഇങ്ങനെ എല്ലാവരും ചേർന്ന് നമ്മളെല്ലാം ഒരേ മനസ്സോടെ ഒരേ കർമ്മം ചെയ്ത് ഒരേ നാമം ജപിച്ചുകൊണ്ട് മനസ്സും വാക്കും കർമ്മവും എല്ലാം ഒരേ ഈശ്വരാർപ്പണമായി ഈശ്വര ഭക്തിയിൽ കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു അർച്ചനയാണ് അഭേദാശ്രമത്തിന്റെ പ്രത്യേകത. അഭേദാശ്രമത്തിൽ നടക്കുന്ന കോടിയർച്ചനകളുടെ പ്രത്യേകത അത് ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 129 കോടിയർച്ചനകളും പൂർത്തിയായി. അതെല്ലാം ഈ ഒരു ഒരുമ നാട്ടിൽ പകരുവാനും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ആ ഒരു സംസ്കാരം വളർത്തുവാനും വേണ്ടി സ്വാമിജി വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും ഈ കോടി അർച്ചന ഇന്ന് നമ്മൾ ഉച്ചയോടുകൂടി തന്നെ 1 കോടി പിന്നിട്ടു. 1 കോടി കഴിഞ്ഞ് ഇപ്പോൾ 5 ലക്ഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ അർച്ചനയും കൂടി കഴിഞ്ഞ് വീണ്ടും അത് വർദ്ധിക്കും. അങ്ങനെ 1 കോടി 5 ലക്ഷം നാമങ്ങളാണ് ഈ കഴിഞ്ഞ 21 ദിവസമായി നമ്മൾ ഇവിടെ ജപിച്ചതും ഭഗവാനിൽ സമർപ്പിച്ചതും. ഇന്നിപ്പോൾ ഈ സമാപന അർച്ചനയോടുകൂടി നമ്മളിത് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് നമ്മുടെ യജ്ഞാചാര്യനായി ആശ്രമ മഠാധിപതി ആചാര്യനായ ശ്രീ കേശവാനന്ദ സ്വാമിജിയുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ അഭേദാശ്രമം പ്രസിഡന്റ് ശ്രീ ചൂടാൽ കൃഷ്ണൻ പോറ്റിയും വേദിയിലുണ്ട്. ഇവരെ രണ്ടുപേരുടെയും പാദങ്ങളിൽ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവർക്കും നിങ്ങളെല്ലാവർക്കും അഭേദാശ്രമത്തിൻ്റെ പേരിൽ ഔപചാരികമായ സ്വാഗതവും അതുപോലെ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഈ അർച്ചന ആരംഭിക്കുന്നതിന് മുമ്പ് 1-2 അറിയിപ്പുകൾ ഉള്ളത്. ഒന്ന്, ഈ താഴെ ഇരിക്കുന്നവർക്ക് പുഷ്പമാണ് നൽകിയിരിക്കുന്നത്. 1/4 മണിക്കൂർ 1000 നാമങ്ങൾ ഇത്രയും പുഷ്പം കൊണ്ട് അർച്ചന ചെയ്യണം. അത് ഇനി ഇടയ്ക്ക് വെച്ച് അത് തീർന്നു പോയാൽ വീണ്ടും തരാൻ കുറച്ചോ അധികം ഉണ്ടാവും എന്നല്ലാതെ ഇവിടെ വന്ന് അത് നൽകുവാനുള്ള വിതരണം ചെയ്യുവാനുള്ള സൗകര്യവും കുറവാണ്, സ്ഥല പരിമിതി കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഒരു ഇതൾ എന്തെങ്കിലും വച്ച് വളരെ ചുരുക്കി അത് ആ പുഷ്പങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു 40 മിനിറ്റ് അർച്ചനയും ഇതിൽ തന്നെ കഴിച്ചു കൂട്ടണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അക്ഷത അർച്ചന ചെയ്യുന്നവർ കഴിയുന്നതും കളയാതെ, ഇത് അവിടെ ഇവിടെയൊന്നും കഴിയാതെ 1-2 അരി മാത്രം എടുത്ത് അർച്ചന ചെയ്യേണ്ടതാണ്. ഇതിന് ശേഷം, ഈ അർച്ചനയ്ക്ക് ശേഷം മഹാദീപാരാധന നടക്കുന്നതാണ്.
അതിനും ആ ദീപാരാധന കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു അറിയിപ്പ് വരുന്നത് വരെ നിങ്ങൾ ഇരിക്കുന്ന അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയുമുണ്ട്. നിങ്ങൾ ആരും എഴിച്ച് തള്ളാതെ ഇവിടെ കാരണം ഈ ദീപാരാധനയും കൊണ്ട് ഇതിന് ചുറ്റും പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കണം. അതുപോലെ നിങ്ങളുടെ മുൻവശത്ത് ഇടിഞ്ഞിലി വച്ചിട്ടുണ്ട്. അതുപോലെ ഈ ദീപത്തിന് മുകളിൽ കർപ്പൂരം വച്ചിട്ടുണ്ട്. സൗകര്യമുള്ളവർ ആ തിരിയും അവിടെ വച്ചിട്ടുണ്ട്. സൗകര്യമുള്ളവർ അവിടെ ഇരുന്ന് തന്നെ അത് ഒന്ന് കത്തിച്ചാൽ ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പായി അത് അവിടെ ഇരിക്കുന്നവർ ഒന്ന് കത്തിച്ചാൽ നന്നായിരിക്കും. ഓരോ വിളക്കിൻ്റെ മുകളിലും കർപ്പൂരം വച്ചിട്ടുണ്ട്. അതും ഒന്ന് കത്തിക്കണം. അതുപോലെ ആ ഇടിഞ്ഞിലിടും. ഇവിടെ നിന്ന് ഞങ്ങളും ആരെങ്കിലുമൊക്കെ വന്ന് സഹായിക്കും. എങ്കിലും സൗകര്യമുള്ളവർ അത് കത്തിക്കണം. കത്തിച്ചാലും അതെല്ലാം കഴിഞ്ഞ് ഇത് ഇവിടെ ഒരു അറിയിപ്പ് വരുന്നത് വരെ എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ തന്നെ ദയവ് ചെയ്ത് ഇരിക്കണം. ഇത് കഴിഞ്ഞാൽ മാത്രമേ എഴിച്ച് പിന്നെയുള്ള അറിയിപ്പുകൾ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കും.